ഓം ശാന്തി. മുറുകുടി കുടീരത്തിലിരിക്കുന്ന ഞാൻ ഒരു ചേതന ആത്മാവാണ്. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലിരിക്കുന്നു. സർവപ്രാപ്തികളുമുണ്ടായിട്ടും ഏതൊരു പരിധിയുള്ള ആകർഷണങ്ങളും മനസ്സിനെയും ബുദ്ധിയെയും ആകർഷിക്കുന്നില്ല. പരിധിയില്ലാത്തത് എന്നാൽ ഞാൻ ബാപ് സമാനം സമ്പന്ന സമ്പൂർണ്ണ ആത്മാ സദാ സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും രാജ്യ അധികാരിയാകുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളുടെയും അധികാരിയാണ്. സങ്കൽപ്പത്തിൽ പോലും അധീനതയില്ല. ദേഹവും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും വ്യക്തഭാവത്തിൽ നിന്നും വൈഭവങ്ങളിൽ നിന്നും ഞാൻ സദാ ദൂരെയിരിക്കുന്നു. ശാന്തി സാഗരനായ ബാബയുടെ സന്താനമായ ഞാൻ സൈലൻസിന്റെ ശക്തിയിൽ സമ്പന്നമാണ്. ഈ ശക്തി എന്നെ പരിധിയുള്ള ആകർഷണങ്ങളിൽ നിന്നും ദൂരെ കൊണ്ടുപോകുന്നു, മുക്തമാക്കുന്നു. ഞാൻ സമ്പന്ന സമ്പൂർണ്ണ ബാപ്പ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഞാൻ സമ്പന്ന സമ്പൂർണ്ണ ആത്മാ കർമ്മേന്ദ്രിയ ജീതാകുന്നു. ഞാൻ പരമധാമ നിവാസി ശ്രേഷ്ഠ ആത്മാവാണ്. ഈ സങ്കല്പത്തിൽ ഞാൻ ഏകാഗ്രമാകുന്നു. ഏതാനും നിമിഷങ്ങൾ ഞാൻ ഈ സങ്കല്പത്തിൻ്റെ അനുഭൂതിയിലിരിക്കുന്നു. ബുദ്ധിരൂപി നയനം ശിവജ്യോതിയിൽ ഏകാഗ്രമാകുന്നു. ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ടാകുന്നു. അപ്പോൾ മാത്രമേ ബാബയോടൊപ്പം പോകാൻ സാധിക്കൂ. ഞാൻ പതിത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ പതിതരായ മനുഷ്യർ വിഘ്നമുണ്ടാക്കുക തന്നെ ചെയ്യും. സംഗമയുഗത്തിൽ ബാബ താത്കാലിക ജീവാത്മാവായി മാറുന്നു. ശിവബാബ എൻ്റെ ആത്മീയ അച്ഛനാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, എല്ലാവർക്കും തിരിച്ചു പോകണം. ഞാൻ ആരെയും ഉപേക്ഷിക്കില്ല. ബാബ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകും. ബാബ സദ്ഗതി ചെയ്യുന്ന ദൂരദേശത്തിലെ വഴിയാത്രക്കാരനാണ്. ഞാൻ ഈശ്വരീയ കുടുംബത്തിലേതാണ്. ഞാൻ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നു. താമര പുഷ്പ സമാനം പവിത്രമായി മാറുന്നു. ദൂരദേശത്തെ യാത്രക്കാരൻ സദാ സുന്ദരമായി തന്നെ ഇരിക്കും. ബാബ സദാ പവിത്രമാണ്. ബാബ വന്ന് എല്ലാ ആത്മാക്കളെയും പവിത്രവും സുന്ദരവുമാക്കുന്നു.
ബാബ വന്ന് എൻ്റെ സർവ ദുഃഖത്തെയും ദൂരെയാക്കി ശാപമകറ്റി സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. ഞാൻ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, മന്മനാഭവ. ബാബയുടെ ഓർമ്മയിലിരുന്ന് പവിത്രമായി മാറണം. ഇവിടെ ബാബയെ ഓർമ്മിക്കുന്നവരുടെയും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നവരുടെയും സുഗന്ധം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. സദാ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞാൻ ജ്ഞാനയോഗത്തിൽ ഉറപ്പാകുന്നു. ഇത് ഉയരുന്ന കലയാണ്. ബാബ ദുഃഖത്തെ ദൂരെയാക്കാനും ശാപത്തെ അകറ്റി സമ്പത്ത് നൽകാനും വന്നിരിക്കുകയാണ്. ഞാൻ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ച് അളവറ്റ സന്തോഷത്തിൽ കഴിയുന്നു. ബുദ്ധിയോഗം എവിടെയും അലയുന്നില്ല. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെയും നേരിടാനുള്ള ശക്തിയിലൂടെയും സേവനങ്ങളിൽ സഫലത പ്രാപ്തമാകുന്ന ആത്മീയ സേവാധാരിയാകൂ. ആത്മീയ സേവാധാരികൾ സേവനങ്ങളല്ലാതെ മറ്റൊന്നും ഓർമ്മിക്കുന്നില്ല. മനസ്സാ വാചാ കർമ്മണ സേവനം ചെയ്യുന്നു. അതിനാൽ അവർ ബെസ്റ്റായി മാറുന്നു. പഴയ സംസ്കാരങ്ങളെ ഉള്ളിലൊതുക്കണം. മായയെ നേരിടണം. നോളജ്ഫുള്ളും പവർഫുള്ളും ആയ കുട്ടികളാണ് ആത്മീയ സേവാധാരികൾ. ചെറിയ കാര്യത്തെ വലുതാക്കുന്നതിനു പകരം ആത്മാവിനെ ശക്തിശാലിയാക്കി മാറ്റുക. ഓം ശാന്തി.